ഇന്ത്യയെ ബഹിരാകാശ നേട്ടങ്ങളുടെ നെറുകയിലെത്തിച്ച ശേഷം ISRO ചെയർമാനായി പദവിയൊഴിഞ്ഞ ഡോക്ടർ എസ് സോമനാഥിനായി കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത പദവികൾ. അദ്ദേഹത്തെ രാജ്യസഭയിലെത്തിക്കാനും സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രിയാക്കാനും കേന്ദ്രം ആലോചിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സോമനാഥിനെ പരിഗണിച്ചിരുന്നെങ്കിലും അനാരോഗ്യം കാരണം അദ്ദേഹം ഒഴിയുകയായിരുന്നു. എന്നാൽ സോമനാഥിന്റെ സേവനം രാജ്യത്തിന് ആവശ്യമായതിനാൽ അദ്ദേഹത്തെ രാജ്യസഭാംഗമാക്കാനും കേന്ദ്രമന്ത്രിയാക്കാനും പ്രധാനമന്ത്രി മോഡി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സോമനാഥിന്റെ നേതൃത്വത്തിൽ ISRO സുപ്രധാന നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഒട്ടേറെ സുപ്രധാന ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ചന്ദ്രയാൻ 3, ആദിത്യ L1, പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണങ്ങൾ, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിലുള്ള നിർണായക പരീക്ഷണങ്ങൾ, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ വികസനം, സ്പേസ് ടെക്സ് എന്നിവയെല്ലാം സോമനാഥിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ 3 വിജയമാണ് സോമനാഥിന്റെ കിരീടത്തിലെ പൊൻതൂവൽ. 2019 ചന്ദ്രയാൻ 2ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് പരാജയപ്പെട്ടെങ്കിലും അടുത്ത ശ്രമത്തിൽ ആ ദൗത്യം വിജയിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചതും സോമനാഥിന്റെ നേട്ടമാണ്. ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ദൗത്യം അന്തിമഘട്ടത്തിലെത്തി നിൽക്കെയാണ് അദ്ദേഹം പടിയിറങ്ങിയത്. ആദിത്യ L1 വിക്ഷേപിച്ച ദിവസം രാവിലെ തനിക്ക് വയറ്റിൽ അർബുദബാധയുണ്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന് സോമനാഥ് പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സോമനാഥ് 2022 ജനുവരി 14 ഡോക്ടർ K ശിവന്റെ പിൻഗാമിയായി ISRO ചെയർമാൻ സ്ഥാനത്തെത്തിയത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യം ഏറെ മുന്നേറുമ്പോൾ ചന്ദ്രയാനിലും GSLVയിലും അവിസ്മരണീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച എസ് സോമനാഥ് മലയാളികൾക്കാകെ അഭിമാനമാവുകയാണ്. ഭൂമിയില്ലെങ്കിൽ ആകാശവും ശൂന്യാകാശവും മറ്റു ഗ്രഹങ്ങളുമില്ല. അതുകൊണ്ട് ആകാശങ്ങൾ സ്വപ്നം കാണുന്നത് ഭൂമിയിൽ നിലയുറപ്പിച്ചുകൊണ്ടാകണം. രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങളുടെ തലപ്പത്തെത്തിയപ്പോൾ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 1985 ആദ്യ PSLV റോക്കറ്റിന്റെ നിർമ്മാണ പങ്കാളികളാകാൻ ISRO തിരഞ്ഞെടുത്ത പ്രഗത്ഭ വിദ്യാർത്ഥികളിലൊരാളായിരുന്നു കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥി സോമനാഥ്. കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ C സുരേഷ് ബാബു, PP ജോയ്, ജെയിംസ് K ജോർജ്, ഷാജി ചെറിയൻ എന്നീ സുഹൃത്തുക്കൾക്കൊപ്പമാണ് സോമനാഥും ISROയുടെ വലിയമല കേന്ദ്രത്തിലെത്തിയത്. ഇവരിൽ ജെയിംസും ഷാജിയും സോമനാഥിന്റെ സഹപ്രവർത്തകരായി. VP ജോയ് IASലെത്തി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായി. P സുരേഷ് ബാബുവും IASലെത്തി. സോമനാഥ് വലിയമലയിലും തുമ്പയിലുമായി ഇന്ത്യയുടെ ബഹിരാകാശ ലോകത്തിനൊപ്പം വളർന്നു. ആലപ്പുഴ തുറവൂറുകാരനായ സോമനാഥിന്റെ സ്കൂൾ വിദ്യാഭ്യാസം ആരൂരിലും പ്രീ ഡിഗ്രി എറണാകുളം മഹാരാജാസ് കോളേജിലുമായിരുന്നു. സ്കൂൾ അധ്യാപകനായിരുന്ന അച്ഛൻ ശ്രീധരപ്പണിക്കരുടെയും അമ്മ തങ്കമ്മയുടെയും മേൽനോട്ടത്തിൽ മികച്ച വിദ്യാർത്ഥിയായിരുന്നു സോമനാഥ്. സ്കോളർഷിപ്പ് തുക കൊണ്ടാണ് പഠിച്ചത്. ISROയിൽ നിന്ന് അവധിയെടുത്ത് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ അദ്ദേഹം PG നേടി. അവധിയും സമയവും നോക്കാതെ ജോലി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളും മാതൃകയാക്കി. MTech കഴിഞ്ഞ മകൾ മാലിക ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ PhD ചെയ്യുന്നു. BTech കഴിഞ്ഞ മകൻ മാധവ് എറണാകുളത്ത് ജോലി ചെയ്യുകയാണ്. ചെറുപ്പത്തിൽ പാട്ട് പഠിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം സോമനാഥ് പരിഹരിച്ചത് മുതിർന്നപ്പോഴാണ്. സംഗീത പഠനം ജോലിയുടെ ടെൻഷൻ കുറയ്ക്കാൻ ഉപകരിച്ചു. ISROയുടേതുൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് ആസ്ട്രോനോട്ട്സ് അംഗം, ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ഒട്ടേറെ ചുമതലകൾ അദ്ദേഹം വഹിച്ചു. 2015 ജൂണിൽ വലിയമല LPSCയുടെ ഡയറക്ടറായിരുന്നു സോമനാഥ്. 2018 ജനുവരിയിൽ VSSC ഡയറക്ടറായി. VSSCയിലും ഡോക്ടർ K ശിവന്റെ പിൻഗാമിയായി എത്തിയ അദ്ദേഹം ISRO ചെയർമാൻ ആകുന്നതും ഡോക്ടർ K ശിവന്റെ പിൻഗാമിയായി തന്നെയായിരുന്നു.